എറണാകുളത്ത് മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം. ഗസ്റ്റ് ഹൌസിന് മുന്നിൽ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. നിതിൻ അംബുജൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. നിതിൻ, സംസ്ഥാനത്തുടനീളം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, വിവിധ സ്വഭാവത്തിലുള്ള പ്രതിഷേധ രൂപങ്ങളൊക്കെ നമ്മൾ കണ്ടു, കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ ഭാഗത്ത് നിന്ന്. എന്താണ് എറണാകുളത്തെ പോലീസിന്റെ നടപടി, സമീപനം എങ്ങനെ, നിതിൻ അംബുജൻ? റിജിത്ത്, ഷാഫി പറമ്പിലിനെതിരായ പോലീസ് നടപടിയിൽ വ്യാപകമായ പ്രതിഷേധമാണ് സംസ്ഥാനത്തുടനീളം നടക്കുന്നത്. ഇന്ന് മുഖ്യമന്ത്രി തൃശൂർ, എറണാകുളം ജില്ലകളിലെ വിവിധ പരിപാടിയിൽ പങ്കെടുത്തു. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു പ്രതിഷേധം ശക്തമായി ഉണ്ടായത്. രാവിലെ മുഖ്യമന്ത്രി ഹയാത്തിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗം ഹയാത്തിൽ ഇറങ്ങിയ ശേഷം പിന്നീട് ജങ്കാർ വഴിയാണ് മട്ടാഞ്ചേരിയിലെ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയത്. ഈ പോകുന്ന വഴിക്ക് ഉടനീളമെല്ലാം തന്നെ പോലീസ് വലിയ സുരക്ഷാ വിന്യാസം ഒരുക്കിയിരുന്നു. കാരണം യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം പലയിടങ്ങളിൽ ഉണ്ടാവുമെന്ന വിവരത്തെ തുടർന്നാണ് ഇത്തരത്തിൽ വലിയ സുരക്ഷ ഒരുക്കിയത്. ഇതിനെ തുടർന്ന് ഫോർട്ട് കൊച്ചിയിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായി, വാതൂരത്തിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായി. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഗസ്റ്റ് ഹൗസ് പരിസരത്ത് അല്പസമയം മുമ്പാണ് മുഖ്യമന്ത്രി ഇതുവഴി കടന്നു നേരെ ഗസ്റ്റ് ഹൗസിലേക്ക് പോയത്. ഈ മുഖ്യമന്ത്രി വരുന്ന വഴിയെല്ലാം തന്നെ പോലീസിന്റെ വലിയ സുരക്ഷ ഒരുക്കിയിരുന്നു. പക്ഷേ പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് 4 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി ഉപയോഗിക്കുകയായിരുന്നു. ഈ സെന്റ് തെരേസാസ് കോളേജിന്റെ ഉള്ളിൽ നിന്നായിരുന്നു ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടിയുമായി ചാടി വീണത്. എന്തായാലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായി തന്നെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാധ്യക്ഷൻ ഉൾപ്പെടെയുള്ള നേതാക്കളെയാണ് പോലീസ് ഇവിടെ വെച്ച് കസ്റ്റഡിയിൽ എടുത്തത്. ഏതാണ്ട് 4 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്നു പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. നേരത്തെ തന്നെ ഈ പരിസരത്ത് മഹാരാജ് കോളേജ് കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ ഈ ഗസ്റ്റ് ഹൗസ് പരിസരം കേന്ദ്രീകരിച്ച് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധമുണ്ടാകുമെന്ന വിവരമുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഈ പരിസരത്താകെ പോലീസിന്റെ വലിയ സുരക്ഷ ഒരുക്കി. പക്ഷേ പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ നിന്ന് കരിങ്കൊടി കാണിക്കുകയായിരുന്നു. എന്തായാലും ശക്തമായ ഒരു സുരക്ഷാ വിന്യാസം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വിവിധ പരിപാടികൾക്കായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. നഗരത്തിലുടനീളം ഇത്തരത്തിൽ വലിയ സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ്. വൈകിട്ട് 4 മണിക്കാണ് മുഖ്യമന്ത്രിക്ക് അടുത്ത പരിപാടിയുള്ളത്. അതുവരെ ഈ ഗസ്റ്റ് ഹൗസിൽ തന്നെ മുഖ്യമന്ത്രി തുടരും. അത് കണക്കിലെടുത്ത് തന്നെ വലിയ സുരക്ഷ ഇപ്പോൾ ഈ പരിസരത്താകെ ഒരുക്കിയിരിക്കുകയാണ്. റിജിത്ത്. ശരി, നിതിൻ അംബുജൻ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. എറണാകുളത്ത് മുഖ്യമന്ത്രിക്കെതിരെ യൂത്ത് കോൺഗ്രസിന്റെ കരിങ്കൊടി പ്രതിഷേധം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.